ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അതേ ചോറ് അടുപ്പത്ത് കിടക്കുന്നു, നന്നായിട്ട് തിളച്ച് അങ്ങനെ ഇതേ കിടക്കുന്നുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം രാവിലെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കാപ്പിക്കായിട്ട് ദോശയും വെള്ള ചട്നിയാണ്, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ എണീറ്റു, കാപ്പിയൊന്നും കുടിച്ചില്ല, ബ്രഷ് ചെയ്തു, ചായയൊക്കെ കുടിച്ചിട്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇന്നത്തെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്കായിട്ട് കുറച്ച് അവിയൽ വയ്ക്കാൻ വേണ്ടി മലക്കറി എടുത്തിട്ടുണ്ട്. ആ സമയം മീൻ വന്നിട്ടുണ്ട്, നെത്തോലി മീൻ കിടന്ന് നല്ല നീളം നെത്തോലി കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് എന്നെ റെഡിയാക്കി എടുക്കണം. ഈ സമയം കൊണ്ട് തന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അരപ്പ് ചേർത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പും കൂടെ ചേർത്തൊന്ന് വേവിക്കാൻ വെച്ചതിന് ശേഷം രസം വെക്കാൻ വേണ്ടി വന്ന് വിചാരിക്കുന്നു. രസവും കടുതാളിച്ചതിന് ശേഷം ചെറുപുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഉലുവായും കൂടെ ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ചത് ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ, നമുക്കത് മതി, അതിനൊന്ന് ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വഴറ്റുക. അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് വെള്ളം ചേർക്കുക. പിന്നെ അതിനുശേഷം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തില്ല, അത് ചേർത്ത് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് കായവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ വെണ്ടയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതേപോലെ കീറിയതിന് ശേഷം ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വിരവി വെച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ ചോറ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അവിയൽ ഇത് റെഡിയായി, രസം നന്നായിട്ട് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക കൂടി ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ട് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ ഇതുപോലെ റെഡിയാക്കി തേങ്ങ കൂടി തേങ്ങ ചമ്മന്തിയും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിയലും വെണ്ടയ്ക്ക ഫ്രൈയും പിന്നെ മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, തലേ ദിവസം മീൻ കറി ഉണ്ടായിരുന്നു, രസം, ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.